ഗുഡ് മോർണിംഗ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 11. What was significant about the findings in Van Carter's experiment? What was significant? Significant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ. എന്തായിരുന്നു സംതിങ് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് എന്തില്? About the findings in Van Carter's experiment. വാൻ കാർട്ടേഴ്സ് നടത്തിയ എക്സ്പെരിമെന്റിലെ ഫലങ്ങളിൽ എന്തായിരുന്നു കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നത്? ആൻസറിനായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റിലേക്ക് പോകാം. Over a century of sleep research has revealed numerous undesirable outcomes from staying awake too long. Over a century of sleep research has revealed, അതായത് നൂറ്റാണ്ടുകളായിട്ട് ഉറക്കത്തെപ്പറ്റി നടക്കുന്ന പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തെളിയിച്ച് തന്നിട്ടുണ്ട്. എന്താണ്? ന്യൂമറസ് അൺഡിസൈറബിൾ ഔട്ട്കംസ് ഫ്രം സ്റ്റേയിങ് awake too long. നമ്മൾ ഒരുപാട് നേരം ഉണർന്നിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ശരിക്കും ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ, there are numerous undesirable outcomes. നമുക്ക് അനുയോജ്യമല്ലാത്ത, ഗുണകരമല്ലാത്ത, ന്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് ഔട്ട്കംസ്, കോൺസിക്വൻസ്, പരിണിത ഫലങ്ങൾ ഉണ്ടാകും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പഠനങ്ങളെല്ലാം തെളിയിച്ചേക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അടുത്ത സെൻസിലേക്ക് പോകാം. In 1999, Van Carters and colleagues had 11 men sleep in university lab. 1999 അവരൊരു ചെറിയ പരീക്ഷണം നടത്തുകയാണ്. അവരൊരു 11 ആളുകളെ തിരഞ്ഞെടുത്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി ലാബിൽ അവരെ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യുന്നു. For 3 nights, ആദ്യത്തെ 3 രാത്രികളിലേക്ക് they spent 8 hours in bed. അവർ 8 മണിക്കൂർ വീതം ഉറങ്ങി. Spend 8 hours in bed means simply they slept for 8 hours. Then the 6 nights they were allowed only for 4 hours. അതായത് അടുത്ത 6 രാത്രികളിൽ അവരെ നമ്മൾ എത്ര മണിക്കൂർ മാത്രമേ ഉറക്കിയുള്ളൂ? വെറും 4 മണിക്കൂർ മാത്രമേ ഉറക്കിയുള്ളൂ. അക്വേർഡിംഗ് വാട്ട് വാൻ കാർട്ടേഴ്സ് കാൾ എ സ്ലീപ്പ് ഡെറ്റ്. നമുക്ക് അതിനെ സ്ലീപ്പ് ഡെറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഉറക്കം കടം അല്ലെ. അതായത് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ വെറും 4 മണിക്കൂർ മാത്രം ഉറങ്ങുമ്പം ഒരു രാത്രിയിൽ 4 മണിക്കൂറിന്റെ ഉറക്കത്തിന്റെ കടം. സോ ടോട്ടൽ 6 into 4 24 hours എന്തുണ്ട്? ഉറക്കത്തിന്റെ ഡെറ്റ് ഉണ്ട്, സ്ലീപ്പ് ഡെറ്റ് ഉണ്ട്. ആൻഡ് ദെൻ ഫോർ 6 nights they could sleep for up to 12 hours. അടുത്ത 6 രാത്രികളിൽ അവർ 12 മണിക്കൂർ ഉറങ്ങി. അതായത് 8 ഉറങ്ങേണ്ടത്, 12 വീതം ഉറങ്ങി. സോ 24 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങി. അതായത് ആദ്യത്തെ 6 രാത്രികളിലെ കടം അടുത്ത 6 രാത്രികൾ അവർ വീട്ടി. ഇപ്പം ഇറ്റ്സ് ഫൈൻ, എവറിത്തിങ് ഈസ് നോർമൽ. During sleep debt and recovery, researchers gave the participants a glucose tolerance test and found striking difference. അതായത് ഈ സ്ലീപ്പ് ഡെറ്റിന്റെ ആ കാലയളവിലും റിക്കവറിയുടെ കാലയളവിലും അവരെന്ത് ചെയ്തു? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കൊടുത്തു. അപ്പം അവർക്ക് എന്താണ് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, കുറച്ച് വലിയ ഒരു ഡിഫറൻസ് അവർ കണ്ടു. While sleep deprived, നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോഴത്തേന് the men's glucose metabolism resembled pre-diabetic stage. അതായത് ഉറങ്ങാതിരിക്കുമ്പം ഈ ആണുങ്ങളുടെ അല്ലെങ്കിൽ ഈ പരീക്ഷണ വിധേയമായ ആളുകളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്തിനോട് സാമ്യം ഉള്ളതായിരിക്കും? പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിനോട് സാമ്യമുള്ളതായിരിക്കും. വി ന്യൂ ഇറ്റ് വുഡ് ബി അഫക്റ്റഡ്. നമുക്കറിയാം അത് അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സേസ് വാൻ കാർട്ടേഴ്സ്. ആര് പറയുന്നു? വാൻ കാർട്ടർ പറയുന്നു. ദ ബിഗ് സർപ്രൈസ് വാസ്, ഇതിനകത്തൊരു വലിയ അത്ഭുതം എന്ന് പറയുന്നത്, the effect being much greater than we thought. അതായത് ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ദ ഇഫക്റ്റ്, ആ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ വി തോട്ട്, ഞങ്ങൾ ചിന്തിച്ചതിനേക്കാളും ഒരുപാട് വലുതായത്. അപ്പൊ നിങ്ങൾക്ക് പാരഗ്രാഫിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ്. യു വെരി വെൽ നോ ദ എക്സാക്ട് മീനിങ് വാട്ട് ദ പാരഗ്രാഫ് സേസ് ടു യു. അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഇനി ചോദ്യത്തിന്റെ മീനിങ് നമുക്കറിയാം. വാൻ കാർട്ടേഴ്സിന്റെ എക്സ്പെരിമെന്റിന്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്, കണ്ടുപിടുത്തം എന്തായിരുന്നു? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻ എ പറയുന്നത് the rate at which sleep-deprived man entered a pre-diabetic state. The rate, ആ rate at which, എവിടെയാണോ the sleep-deprived man entered pre-diabetic state. അതായത് ഇവർ pre-diabetic സ്റ്റേറ്റിൽ എൻ്റർ ആയ ആ ഒരു റേറ്റ്, that means that measurement. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് വൈ സ്ലീപ്പ് ഡിപ്രൈവ് ദ മെൻ ഗ്ലൂക്കോസ് മെറ്റബോളിസ് റിസംബിൾ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ്. അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റുമായിട്ട് റിസംബിൾ ചെയ്യുന്നു എന്നല്ലാതെ ഏത് ഒരു റേറ്റിലാണ്, ഏതൊരു അളവിലാണ്, ഏതൊരു മെഷർമെന്റിലാണ് അവർ അതിലേക്ക് എൻ്റർ ആയത് എന്നുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നില്ല, അല്ലെ? സോ ദ റേറ്റ് എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് നമ്മൾ എ എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നു. ലെറ്റ്സ് കം ടു ബി. ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ദ ഫാക്ട് ദാറ്റ് സ്ലീപ്പ് ഡിപ്രിവേഷൻ ഹാഡ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദ മെൻസ് ഗ്ലൂക്കോസ് ലെവൽസ്. ദ ഫാക്ട് ദാറ്റ്, ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് ഡിപ്രിവേഷൻ ഈ ഉറക്കമളയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹാഡ് ആൻ ഇൻഫ്ലുവൻസ്, എന്തുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, സ്വാധീനമുണ്ട് ഓൺ മെൻസ് ഗ്ലൂക്കോസ് ലെവൽ. മെൻസ് ആണുങ്ങളുടെ ഗ്ലൂക്കോസ് ലെവലിനകത്ത് ഇവരുടെ ഉറക്കമളയ്ക്കുമ്പോൾ അത് ഉറക്ക അളവിൽ സ്വാധീനം ചെലുത്തുന്നു. അത് അയാൾ അത്ഭുതപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിംഗ് സ്ലെപ്പ് ഡെപ്ത് ആൻഡ് റിക്കവറി റിസർച്ചേഴ്സ് ഗേവ് ദ പാർട്ടിസിപ്പൻസ് എ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആൻഡ് ഫൗണ്ട് സ്ട്രൈക്കിംഗ് ഡിഫറൻസസ്. While sleep deprived the man's glucose metabolism resembles a pre-diabetic state, we knew it. അതായത് ഉറക്കമളയ്ക്കുമ്പോഴത്തേന് ഇവരുടെ ഗ്ലൂക്കോസ് ലെവലിന്മേലെ സ്വാധീനം വരും, അല്ലെങ്കിൽ ഉറക്കമളയ്ക്കുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തിയില്ല. വി ന്യൂ ഇറ്റ്, ഞങ്ങൾക്കത് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എയും ബിയും നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. റിമൈനിങ് സി ഡി 50% ആണ്. സി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ the difference between individual men with regard to their glucose tolerance. അതായത് ഇൻഡിവിജ്വൽ മെൻ്റെ ഗ്ലൂക്കോസ് ടോളറൻസ്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയും എന്നാണ് പറയുന്നത്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ മൊത്തം 11 പേരെ പരീക്ഷണത്തിൽ വിധേയരാക്കി, ഈ 11 പേരെ ഉറക്കാതിരുത്തി, 11 പേരെ ഉറക്കി, 11 പേർക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കൊടുത്തു എന്നല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ ആളുകൾക്ക് കൊടുത്തൊരു കാര്യം നമുക്ക് അവിടെ പറയുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗിവൺ ഇൻ ദാറ്റ് എക്സ്ട്രാക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിയും വെട്ടിക്കളഞ്ഞു. അപ്പം എയും ബിയും സിയും തെറ്റാണെങ്കിൽ നോർമലി ദ ആൻസർ വിൽ ബി ഡി. ഇനി നമുക്ക് നോക്കാം ഡി ശരിയാണോ ഇല്ലയോ നോക്കാം. ദ എക്സ്റ്റെന്റ് ദാറ്റ് മെഷർമെന്റ്, അളവ്, ഓഫ് ദ കോൺട്രാസ്റ്റ് ഇൻ ദ മെൻസ് മെറ്റബോളിക് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ ദ സ്ലീപ്പ് ഡെപ്ത് ആൻഡ് റിക്കവറി. അതായത് ഈ വ്യക്തികളിൽ ഉറങ്ങിയിരുന്നപ്പോഴും ഉറക്കമുണർന്നപ്പോഴും, അല്ലെങ്കിൽ ഉറങ്ങിയിരുന്നപ്പോഴല്ല, ഉറക്കം അളച്ചിരുന്ന സമയത്തും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയ സമയത്തും അവരുടെ മെറ്റബോളിക് സ്റ്റേറ്റിൽ വന്ന ആ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു പേഴ്സൺ ഓർ തിങ്. രണ്ട് അവസ്ഥകൾ തമ്മിലോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ അവർ എങ്ങനെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിരുന്നപ്പോഴത്തേക്കും, സ്ലീപ്പ് ഡെപ്തിൻ്റെ കാലത്തും സ്ലീപ്പ് റിക്കവറിയുടെ കാലത്തും അതിനകത്തുണ്ടായിരുന്ന ഒരു ഡിഫറൻസ്, ദ എക്സ്റ്റെന്റ്, ആ അളവ്, അതൊരു അത്ഭുതപ്പെടുത്തിയോ? ഇവിടെ പറയുന്നുണ്ട് ദ ബിഗ് സർപ്രൈസ് വാസ് ദ എഫക്ട് ബീങ് മച്ച് ഗ്രേറ്റർ ദാൻ വി തോട്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായിരുന്നു ഈ ഒരു എഫക്റ്റ്. അപ്പം ആൻസർ ഏതാണ്? ദ എക്സ്റ്റെന്റ് ഓഫ് ദ കോൺട്രാസ്റ്റ്. അതായത് ആ രണ്ട് അളവുകളിൽ വന്ന വ്യത്യാസം, രണ്ട് റീഡിങ്സിൽ അല്ലെ മെഷർമെന്റ്സിൽ വന്ന വ്യത്യാസം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേനും അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? Obviously the answer will be D. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതിനകത്തുണ്ടെങ്കിൽ definitely you have to contact us. Thank you.